ജീവിതങ്ങൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പണിയപ്പെട്ടൊരു പുതിയ ജീവിതം ഉണ്ടാകണം. ഒരു ന്യൂ ലൈഫ്, പുതിയ ഒരു ജീവിതം ഏതൊരു ദൈവ പൈതലിനും ഉണ്ടാകാം. ക്രിസ്തുവിനെ അറിയുന്നതിന് മുൻപ് ജീവിച്ചതുപോലല്ല, ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ പുതിയതായി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ. പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയവർക്കറിയാം ഇത് പുതിയൊരു ജീവിതമാണ്. ഈ പുതിയ ജീവിതം വിടുതലിന്റെ ജീവിതമാണ്. ഈ പുതിയ ജീവിതം സൗഖ്യത്തിന്റെ ജീവിതമാണ്. ഈ പുതിയ ജീവിതം വിശുദ്ധിയുടെ ജീവിതമാണ്. ഈ പുതിയ ജീവിതം ദൈവകൃപയുടെ ജീവിതമാണ്. ഈ പുതിയ ജീവിതം യേശുവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ജീവിതമാണ്. ഈ പുതിയ ജീവിതം നിത്യതയെ ലക്ഷ്യമാക്കുന്ന ജീവിതമാണ്. ആമേൻ, ഹല്ലേലൂയ. പുതിയൊരു ജീവിതത്തിലേക്ക് വരാത്തൊരുവനെ ദൈവം ഉണങ്ങിയ അസ്ഥികൾ പോലെ കിടക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് അയക്കത്തില്ല. പുതിയ ജീവിതം മാറി വന്ന ജീവിതമാണ്. യേശുവിൽ വിശ്വസിച്ചു വന്നവൻ മുന്നമേ പ്രാർത്ഥിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മുന്നമേ അവൻ ആരാധിക്കാൻ അറിയത്തില്ല, ഇപ്പൊ അവൻ ആരാധിക്കാൻ തുടങ്ങി. പുതിയ സൃഷ്ടി. സ്തോത്രം. ദൈവവചനം വായിക്കാൻ തുടങ്ങി, ദൈവമായിട്ട് അടുക്കാൻ തുടങ്ങി, വലിയ ബന്ധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, ദൈവമായിട്ട് ആരാധനയിൽ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ എത്ര പേർ അങ്ങനെ ഒരു പുതിയ ജീവിതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്? ഇങ്ങനെ പുതിയ ജീവിതം എനിക്കുണ്ടെന്ന് ഉറപ്പുള്ളവരെ ദൈവം ചില പുതിയ ജീവിതം ഉണ്ടാകാനുള്ളവരുടെ അടുക്കലേക്ക് പ്രത്യുത ആത്മീയമായി മരിച്ചുണങ്ങിക്കിടക്കുന്ന പ്രതീക്ഷകളില്ലാത്ത പ്രത്യാശയില്ലാത്ത ചില ജീവിതങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുക. ചേർന്ന് പറഞ്ഞേ, പുതിയ ജീവിതം, പുതിയ ജീവിതം, പുതിയ ജീവിതം, പുതിയ ജീവിതം. ചേർന്ന് പറഞ്ഞേ, പുതിയ പുതിയ ജീവിതം ഉണ്ടെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് ചിലരെ നിങ്ങൾക്ക് കയറ്റാം. ഇദ്ദേഹം വന്ന് ഇദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം ഇനി ഉണ്ടാകാൻ പോവാ. ഒരു ന്യൂ ലൈഫ്. പിശാച് തകർത്ത് കളയാൻ ശ്രമിച്ച പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടുകളെ പൊട്ടിച്ചു കളഞ്ഞിട്ട് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു പുതിയ ജീവിതം. അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്ന പുത്രന് വേണ്ടി സന്തോഷവും ആനന്ദവും ഭവനത്തിൽ ഉണ്ടായിട്ടൊരു കാളക്കുട്ടിയെ നീക്കിവെച്ച് മോതിരമിട്ട് സ്വീകരിച്ച് മാറോട് ചേർത്ത് അപ്പൻ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ആ വീട്ടിൽ ആനന്ദമുള്ളതുപോലെ ദൈവിക ആനന്ദമുള്ള ഒരു സന്തോഷ ജീവിതം. സ്തോത്രം. അങ്ങനെ ഒരു ജീവിതമാണ് പുതിയ ജീവിതം. കാറ്റുകോളും കേറി വരുമ്പോൾ അതിനെ കണ്ട് ഭയപ്പാടോടുകൂടെ നിരാശയോടുകൂടെ ഇരുന്നുകൊണ്ട് പേടിച്ചിരിക്കുന്ന ഒരു ജീവിതമല്ല. ഇതിന്റെ മേൽ അധികാരമുള്ള ഒരുവൻ പ്രവർത്തിച്ചിട്ട് ഒരു സൂപ്പർ നാച്ചുറൽ കണ്ടിട്ട് ഓരോ ദിവസങ്ങളും ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ കണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പുതിയ ജീവിതം. പ്രാർത്ഥിക്കുന്നവന് അങ്ങനെ ഒരു പുതിയ ജീവിതമുണ്ട്.